താങ്കളുടെ PhD ഇപ്പം താങ്കൾ ചെയ്യുന്ന PhD ഫോക്കസ് ഓൺ ഓക്യുപ്പേഷണൽ ഡിസീസ് ഇൻ കേരളാസ് അൺഓർഗനൈസ്ഡ് സെക്ടറാണ് അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് താങ്കൾ അത് എടുക്കാനുണ്ടായ സാഹചര്യം? ഇന്ന് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി വളരെ കുറവാണെന്ന് തോന്നുന്നു. 80കളിൽ നല്ലൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ടായിരുന്ന ഒരു വ്യവസായം ഉണ്ടായിരുന്ന ആണ് കേരളം. ഇപ്പോൾ എത്ര ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ട്, അല്ലെങ്കിൽ ഈ അൺഓർഗനൈസ്ഡ് സെക്ടർ എത്രയധികം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്? അവിടുത്തെ ഈ സ്റ്റഡീസ് എത്രമാത്രം താങ്കളുടെ ഈ PhD വർക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും? സാർ, നല്ലൊരു ചോദ്യമാണ് സാർ ചോദിച്ചത്. അത് ഞാൻ 2016 സാറിനറിയാം, നമ്മുടെ ഒരു ഒക്കുപ്പേഷൻ ഹെൽത്ത് റിസർച്ച് സെൻ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അത് മേടിച്ചു, നമുക്കറിയാമല്ലോ സർക്കാർ സിസ്റ്റത്തിൽ കുറേ സാധനങ്ങൾ മേടിച്ചു വയ്ക്കും, പിന്നെ അതൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ല. അപ്പോൾ അവിടെ അൾട്രാസൗണ്ട് ഉണ്ട്, എക്സ്റേ ഉണ്ട്, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്, PFT മെഷീൻ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഇതിനെ ഒന്ന് വർക്കബിൾ ആക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം എനിക്ക് തോന്നിയൊരു ആശയമാണ്. കാരണം സാറിനറിയാം, നമ്മുടെ DG ഫാസിലിൽ നിന്ന് എപ്പോഴും എത്ര ഒക്യുപ്പേഷണൽ ഡിസീസ് ഇവിടെ ഉണ്ടായി. ഞാൻ നോക്കിയപ്പോഴത്തേക്ക്, ഞാൻ വന്നപ്പോഴത്തേക്ക് അതിന് മുമ്പ് എല്ലാ പ്രാവശ്യം നിൽ റിപ്പോർട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എനിക്കൊരു അങ്ങനെ നില്ലായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഒക്യുപ്പേഷൻ ഡിസീസ് ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ILOയുടെ കണക്കുകൾ പറയുന്നത് 86% അപകടങ്ങൾ, ടോട്ടൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ 86% ഒക്യുപ്പേഷൻ ഡിസീസാണ്. 14% മാത്രമേ ഉള്ളൂ തൊഴിൽ അപകടങ്ങളായിട്ടുണ്ടാകുന്നത്. ബാക്കിയെല്ലാം 86%. അപ്പം ഒക്യുപ്പേഷണൽ ഡിസീസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിന് വലിയൊരു പ്രിയോറിറ്റി അതുവരെ കൊടുത്തിരുന്നില്ല. അപ്പം ഞാൻ ആലോചിച്ചു, ഒരു ഒക്യുപ്പേഷണൽ സർവേ അങ്ങനെ തുടങ്ങാമല്ലോ, ഒക്യുപ്പേഷണൽ ഡിസീസ് ഡിറ്റക്ഷൻ സർവേ. കാരണം നമുക്ക് സർവേ, അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർക്ക് പ്ലേസിൽ ഒരു ഒക്യുപ്പേഷൻ ഡിസീസ് ഉണ്ടെന്ന് കണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻഡസ്ട്രിയൽ ഹൈജീൻ ലാബ് സെറ്റപ്പ് ചെയ്തു. കാരണം അവിടെ നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ ക്രഷറാണ് ആദ്യം നമ്മൾ എടുത്തത്. അവിടെ എടുത്തപ്പോഴത്തേക്ക് നമുക്കറിയാം, സാറിനറിയാം, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള മെഡിക്കൽ സെക്ടറിൽ മാൻ പവറേ ഉള്ളൂ. അപ്പോൾ ഞാനന്ന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ലെവലിൽ മീറ്റിംഗ് വെച്ചു. മിനിസ്റ്റർ തന്നെ പറഞ്ഞു, ഹെൽത്ത് സർവീസിൻ്റെയും ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിലെയും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ പറഞ്ഞു. അവരുടെ ഡോക്ടർമാരുടെ വിദഗ്ധരായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ്, പൾമണോളജിസ്റ്റ്, ഓർത്തോപീഡിസ്റ്റ്, ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടെ നമ്മൾ ഒരു 4 ക്യാമ്പ് ക്രഷർ ഫാക്ടറികളിൽ വെച്ചു. ഒരു റാൻഡം ലെവലിൽ തിരുവനന്തപുരം, കോഴിക്കോട്, പിന്നെ എറണാകുളം, അങ്ങനെ ഇത് വെച്ചു. ഒരു 4 ക്യാമ്പ് നടത്തി. ഈ ക്യാമ്പിൽ നിന്ന് കിട്ടിയ എല്ലാ അനാലിസിസും വെച്ച് നോക്കിയപ്പോൾ ഇത് പ്രെഡിക്റ്റ് ഇത് ചെയ്യണമല്ലോ, ഇത് സിലിക്കോസിസ് എന്നാണല്ലോ നമ്മൾ ഉണ്ടാകുന്നതെന്ന് പറയും. പക്ഷേ ഇത് അറിയാവുന്ന ആൾക്കാർ കുറവായിരുന്നു. അന്ന് നമ്മൾ DG ഫാസിലിനെ അപ്രോച്ച് ചെയ്തു. ഞാൻ അവിടുത്തെ ഒരു ഡോക്ടർ ഹാൽദാർ, അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹം ILO റേഡിയോഗ്രാഫ് റീഡ് ചെയ്യാനായിട്ട് വളരെ അതാണ് ഇതിൻ്റെ കണ്ടുപിടിക്കുന്നത്. അത് വെച്ച് അദ്ദേഹം അസർട്ടൈൻ ചെയ്ത് പറഞ്ഞു, നമ്മൾ ക്യാമ്പ് നടത്തിയതിൽ 4 കേസസ് സിലിക്കോസിസ് ഉണ്ടാകും. വെരി ഗുഡ്. അതെനിക്ക് ഒട്ടും നമ്മൾ ഇതുവരെ പേഷ്യൻസിന് പോലും അറിയില്ലായിരുന്നു. ഇല്ല. ഓക്കെ, സിലിക്കോസിസ് ആയിട്ടുള്ള 4 പേഷ്യൻസ് ഈ ക്വാറികളിലുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഇത് നമ്മളൊരു റാൻഡം ചെക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു സർവേ നടത്തിയപ്പോൾ കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ എത്രയോ തൊഴിലാളികൾ ഈ സിലിക്കോസിസുമായിട്ട് അറിയാൻ മേലാതെ, കാരണം അവർ റിട്ടയർ ചെയ്ത് ചിലപ്പോൾ അതിലൂടെ അങ്ങ് മരണപ്പെട്ടു പോയി കാണും. പക്ഷെ അവരും അവരുടെ കുടുംബവും ആരും ഇതറിയുന്നില്ല. കറക്റ്റ്. അപ്പം എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാം. അപ്പം ഇതൊന്ന് കണ്ടുപിടിക്കുക, അത് ശരിക്കും അതൊരു വലിയ വിജയമായിരുന്നു. ശരിക്കും ഞാനത് ക്രഷർ ഫാക്ടറികളിൽ തന്നെ തുടങ്ങി, അതിൽ സിലിക്കോസിസ് ഉണ്ടെന്ന് അസർട്ടൈൻ ചെയ്തു. അതിനുശേഷം നമ്മളിത് പല സെക്ടറുകളിലേക്കും വ്യാപിച്ചു. പിന്നെ നമ്മൾ കാഷ്യൂ സെക്ടർ, സാറിനറിയാലോ, അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ്. അവരെല്ലാവരും അവർക്ക് ഒരേ ഇരിപ്പാണ്. പക്ഷേ മസ്കുലർ സ്കെലിറ്റൽ ഡിസോർഡേഴ്സ് വളരെ ഇതാണ്. അവർക്ക് ബാക്ക് പെയിൻ ഉണ്ട്, ഇതുകൊണ്ട് ഈ കുത്തിയിരിക്കുന്നത് കൊണ്ട് വരുന്ന അവരുടെ പോസ്റ്റർ കൊണ്ടുവരുന്ന ഡിസീസ് പലതുകൊണ്ട്. പക്ഷേ ഇതൊക്കെ ഇവർ അടക്കി ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊന്നും അവർ പോയി കുറച്ച് കുഴമ്പൊക്കെ കാര്യമൊക്കെ തേച്ച് അങ്ങനെ പോകും, അടുത്ത ദിവസം ജോലിക്ക് വരും. പക്ഷേ ഇതിനൊരു പെർമനൻറ്റ്, ഇപ്പോൾ കാഷ്യൂ ഫാക്ടറി പോയി കഴിഞ്ഞാൽ നമ്മൾ ടേബിളൊക്കെ ഇട്ട് കൊടുത്ത് അതിലാണ് ഇപ്പോൾ നമ്മൾ ഗ്രേഡിങ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മറ്റേ താഴെ ഇരുന്ന് ചെയ്യുന്നതെന്നൊക്കെ കുറച്ച് അതാണ് നമ്മുടെ ഈ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് അവരുടെ വർക്ക് എക്കണോമിക്സ് നമ്മൾ മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. റിയലി അഭിനന്ദനം അർഹിക്കുന്ന ഒരു പ്രവർത്തനമാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ സിലിക്കോസിസ് കണ്ടുപിടിച്ചു, അതുപോലെ ഈ വർക്ക് എക്കണോമിക്സ്, കാഷ്യൂ
വർക്കേഴ്സിനെ അവരെയൊക്കെ ടേബിളും അവർക്ക് കസേരയൊക്കെ കൊടുത്ത് അവരുടെ പോസ്റ്റർ ശരിയാക്കാനുള്ളതാണ്. വേറെ ഏതെങ്കിലും ഒരു ഡെവലപ്മെൻ്റ് കൂടെ വന്നിട്ടുണ്ട്? വേറെ ഏതെങ്കിലും സെക്ടർ? ഐ മീൻ ഇവിടെ കേരളത്തിൽ എത്ര ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ട് ഇപ്പം? എനിക്ക് തോന്നുന്നു ഇപ്പം വർക്ക് ചെയ്യുന്നത് ഹാർഡ്ലി ഒരു ലെസ് ദാൻ 10 അത്രേ ഉള്ളൂ. അതുപോലെ കെമിക്കൽ സെക്ടർ, കെമിക്കൽ ഫാക്ടറീസ് വളരെയധികം കുറവാണ്. എങ്കിലും മേജർ ആക്സിഡന്റ് ഹസാർഡ് ഇൻഡസ്ട്രി എത്ര എണ്ണം ഉണ്ട് ഇവിടെ? മേജർ ആക്സിഡന്റ് ഹസാർഡ് ഇപ്പോൾ ഒരു 38 മേജർ ആക്സിഡന്റ് ഹസാർഡ്. നേരത്തെ 40 നമ്മൾ ചിലതൊക്കെ പൊട്ടിപ്പോയി. 40. അപ്പോൾ ഈ 38 ഫാക്ടറിയിലെയും പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അവിടെ പ്രയോറിറ്റി ഇൻസ്പെക്ഷനും മറ്റും റെഗുലറായിട്ട് ഇൻസ്പെക്ടർ ഫാക്ടറീസ് നടത്തുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് സാറുണ്ടായിരുന്ന കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച കാര്യങ്ങളാണ്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ എഫക്റ്റീവാണ്. കാരണം നമ്മൾ അതാണല്ലോ നമ്മുടെ ഏറ്റവും ഹൈ റിസ്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് എല്ലാ വർഷവും പരിശോധിച്ച് എങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ ഞാൻ കുറച്ചുകൂടി അതിന്, അതായത് ഇവർ കുറച്ചുകൂടി ഡേയ്സ് അവരോട് ഞാൻ പറഞ്ഞു. അതെ, കാരണം വെച്ചാൽ നിങ്ങൾ ചുമ്മാ ഒരു റാൻഡം കറങ്ങി പോരാൻ പറ്റത്തില്ല. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ഇൻസ്പെക്ഷനാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ അതിന് കാണണം. അപ്പം നമ്മൾ കുറച്ചുകൂടി ദിവസം സ്പെൻഡ് ചെയ്തു ഓരോ പ്ലാന്റുകളും കൃത്യമായിട്ട് നോക്കി അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തി മറ്റു കാര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ IHLൻ്റെ നിലവിലുള്ള ഉപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ അതിൻ്റെ മോണിറ്റർ ചെയ്ത് നമ്മുടെ സാമ്പിളിങ്സ് ഒക്കെ എടുത്ത് അതുമെല്ലാം മോണിറ്റർ ചെയ്യുന്ന രീതിയിൽ ഇൻഡസ്ട്രിയൽ ഹൈജീനും എല്ലാം മോണിറ്റർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ. താങ്കളുടെ വലിയൊരു പ്രവർത്തന മേഖലയായിരുന്നു സുരക്ഷാരഥം. കേരളത്തിൽ അതൊരു വളരെയധികം കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു ഇന്നോവേറ്റീവ് സെക്ടറായിട്ട് വന്നു. എന്നാൽ കേരളത്തിലെ എല്ലാ ഫാക്ടറികളിലും ഈ സുരക്ഷാരഥം പോകുന്നുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ് കപ്പാസിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്തു. അപ്പം ഇത് എങ്ങനെ ഈ കൺസെപ്റ്റ് താങ്കൾ മനസ്സിൽ രൂപപ്പെട്ടു? അത് എത്രമാത്രം വിജയകരമായിരുന്നു? സാർ ശരിക്കും അതൊരു വലിയൊരു വിജയം തന്നെയായിരുന്നു സാർ. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. കാരണം ഞാനത് 2011 കൊച്ചിൻ ഷിപ്പ്യാർഡ് അവരുടെ CSR പ്രോജക്റ്റിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു മൊബൈൽ സേഫ്റ്റി ട്രെയിനിങ് വെഹിക്കിൾ തരുന്നത്. വെരി ഗുഡ്. 2011 അന്നത്തെ വത്സലകുമാരി മാഡം, അന്നത്തെ ലേബർ സെക്രട്ടറി ആയിരുന്നു. മാഡത്തിന് കാരണം അന്ന് ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ നിൽക്കുന്നത് കൊണ്ട് ഇലക്ഷൻ്റെ ടൈമിലായിരുന്നു അത് ഹാൻഡ് ഓവർ ചെയ്തു. ഷിപ്പ്യാർഡ് ഹാൻഡ് ഓവർ ചെയ്തു. 11 തൊട്ട് 14 വരെ അത് ഷിപ്പ്യാർഡ് തന്നെ കിടന്നു എന്നുള്ളതാണ്. 3 വർഷം. എനിക്ക് 2014 ജോയിൻറ്റ് ഡയറക്ടറായിട്ട്, സാർ അവിടെ ഒരു പോസ്റ്റ് ഉണ്ടായി, ആ പോസ്റ്റിലേക്ക് ജോയിൻറ്റ് ഡയറക്ടറായിട്ട് എനിക്ക് അവിടെ നിയമനം കിട്ടി വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് താരതമ്യേന വർക്ക് കുറവാണ് അവിടെ. അപ്പം ഞാൻ ആലോചിച്ചു, ഈ വെഹിക്കിൾ ഇവിടെ വെറുതെ കട്ടപ്പുറത്ത് കിടക്കുന്നു, ഇവർ ഇത്രയും ലക്ഷം രൂപ 19 ലക്ഷം രൂപ മുടക്കി ഈ വണ്ടി ഇത്രയും നല്ല AC-യും ഫുൾ AC ആയിട്ടുള്ള ഈ വണ്ടി, എല്ലാ നമുക്ക് ബോർഡും എഴുതാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഈ വണ്ടി ഇവിടെ കിടന്ന് ആർക്കെങ്കിലും പ്രയോജനപ്പെടണ്ടേ? അങ്ങനെ ഞാൻ അതിന് വേണ്ടി ഒരു പ്രപ്പോസൽ അന്നത്തെ ഡയറക്ടർ വഴി ഗവൺമെൻറ്റിൽ കൊടുക്കുകയും ഗവൺമെൻറ് പല പ്രാവശ്യം നിരസിച്ചെങ്കിൽ ഇതെങ്ങനെ അക്കൗണ്ട് ചെയ്യണോ, ആരെടുക്കും എന്നുള്ളത്, ഓണർഷിപ്പ് എടുക്കത്തില്ല എന്നുള്ള നിലയിൽ നിൽക്കുകയായിരുന്നു. അവസാനം ഗവൺമെൻറ്റിൽ നമുക്ക് അനുകൂലമായൊരു ഓർഡർ കിട്ടി. സർക്കാരിന് ഒരു സാമ്പത്തിക ബാധ്യതയും വരാത്ത രീതിയിൽ നിങ്ങളിത് ഓപ്പറേറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പതുക്കെ ഈ വണ്ടി ഷിപ്പ്യാർഡിന് പുറത്തേക്ക് പോയി നമ്മൾ ഇതിനൊരു കമ്മിറ്റിയൊക്കെ വെച്ചു. നമ്മളൊരു നിശ്ചിതമായിട്ടുള്ള ഫീസ് ചാർജ് ചെയ്തുകൊണ്ട്. അപ്പം ഞാൻ അന്ന് ആലോചിച്ചു, നമ്മൾ ഈ വണ്ടി എത്തേണ്ടത് റീച്ച് ദി അൺറീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടറിയിലെ ഏറ്റവും താഴെ വരുന്ന തൊഴിലാളികൾ, കോൺട്രാക്ട്, കാഷ്വൽ, പീസ് റേറ്റ്, ഡെയിലി വേജസ്, അല്ലെങ്കിൽ നമ്മുടെ അതിഥി തൊഴിലാളികൾ, ഇവരാണ് ഏറ്റവും താഴ്ന്നില്ല. അപകടം ഉണ്ടായാൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽ ഇരയാകുന്നതും ഇവരാണ്. അപ്പോൾ ഇവർക്ക് ഒരു സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പലയിടത്തും പല ട്രെയിനിങ് നടത്തുന്നുണ്ട്. പക്ഷേ ഫാക്ടറിക്കാർ വിടുന്ന ആരെയാണ്? സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ഒരു സൂപ്പർവൈസറെയും വിടും, അവിടെ ഉഴപ്പനായ ആളെ ആയിരിക്കും അവിടെ വിടുന്നത്. പക്ഷേ ഈ കീഴിലേക്കുള്ള തൊഴിലാളി വിടാൻ പറ്റില്ല. കാരണം അവനിവിടെ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പണി നടക്കില്ല. ഇതാണ് അവർ പറയുന്നത്. അപ്പം ഇവരെ ഒന്ന് നമുക്ക് അവെയർ ആക്കണം. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഹസാർഡ് എന്താണ് എന്ന് നമ്മൾ മാത്രം പഠിപ്പിച്ചാൽ മതി. അയാളെ ജനറലായിട്ടൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളൊരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡിങ് മെഷീനിൽ ഉപയോഗിക്കുന്നു, അയാൾ എന്തൊക്കെ ഏത് രീതിയിലുള്ള അപകട സാധ്യത അവിടെ ഉണ്ട്, വെൽഡിങ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ആ ഒരു പോകുന്ന ഇൻഡസ്ട്രിക്ക് അനുസൃതമായിട്ടുള്ള ഹസാർഡ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പം ഞാൻ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാരണം എനിക്കത് വളരെ ഒരു പാഷൻ ആയതുകൊണ്ട് ഞാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ആദ്യമേ ഫാക്ടറിയിൽ പോയി കുറേ ഫോട്ടോ അങ്ങ് എടുക്കും. ഓരോ ഭാഗത്തേക്ക് കാണുന്ന അപകട സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. എന്നിട്ട് ഇതെല്ലാം ഞാൻ എടുത്ത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് ഒരു PPT തയ്യാറാക്കി
അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന അപകട സാധ്യതകളെ നമ്മൾ നേരിട്ട് അവരിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു ഫാക്ടറിയിൽ ഭയങ്കര സൗണ്ടാണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇതുവരെ ഈ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനുണ്ട് സാർ. നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് നിങ്ങൾ ഇയർ പ്ലഗ് ഒന്നും വെക്കുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സാറേ ഇനിയിപ്പോൾ 2 വർഷം കൂടി റിട്ടയർ ചെയ്യാനുള്ളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ചുമ്മാ പുള്ളിയോട് ചോദിച്ചു, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഒച്ച സംസാരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തൊണ്ടകളൊക്കെ അങ്ങനെ എന്തെങ്കിലും വല്ലതും പറയുന്നുണ്ടോ? ഉണ്ട് സാറേ. അപ്പം നിങ്ങൾക്ക് നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ആയി. ഇതാണ് സംഭവം. അപ്പം നിങ്ങൾ ഇത്രയും നാൾ വെക്കാതിരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പുതിയ ജനറേഷനെങ്കിലും ഇത് ചെയ്യണം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമ്മൾ അവരോട് പറയുമ്പം അവരത് വെക്കാനായിട്ട് വളരെ തയ്യാറാകുന്നു എന്നുള്ളത്. മറ്റേ ഇപ്പം നമുക്കറിയില്ല ഹെൽമെറ്റ് വയ്ക്കാൻ, പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ നിയമം കൊണ്ട് മാത്രമല്ല അവരുടെ എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്താണെന്ന് അവരെ പറഞ്ഞു. 30 വർഷം ജോയിൻ ചെയ്ത് 30 വർഷം മുമ്പും ഇപ്പോഴത്തെ ജനറേഷനും സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ധരിക്കുവാനും അത് വെയർ ചെയ്യാനും അവർ ഇൻട്രസ്റ്റ് ഉണ്ടെന്നല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കത് പ്രകടമാണ്. പ്രകടമായിട്ട് നമുക്ക് ഞാനും പ്രത്യേകിച്ച് നമ്മൾ യങ് ജനറേഷൻ ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ വളരെ അവർ സേഫ്റ്റി കോൺഷ്യസ് ആണ്. സേഫ്റ്റി കോൺഷ്യസ് ആണ്. അവർ എല്ലാവിധ സേഫ്റ്റി ഉപകരണങ്ങളും ധരിക്കുവാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സാർ ഈ സുരക്ഷാ രഥം എന്ന് പറയുന്നത്. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു കമ്പണൻ. രണ്ടാമത്തെ കമ്പണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെപ്പോഴും നമ്മളിന്ന് ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സുരക്ഷിതത്വ സംസ്കാരം ഇല്ല എന്നുള്ളത്. നമ്മൾ ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞാലും അവരെല്ലാം സേഫ്റ്റി കോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ അവിടെ ഒരു കൾച്ചറുണ്ട്, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണത്. ഇവിടെ നമുക്ക് കുറേ ആളുകൾ വയലേറ്റ് ചെയ്യുന്നു, കുറേ ആൾ തോന്നിവാസം കാണിക്കുന്നു. നമുക്കറിയാം ഇപ്പോഴും അപകടങ്ങളുടെ എണ്ണത്തിൽ നമ്മൾ റോഡ് അപകടങ്ങൾ എടുത്താലും ഒന്നും കുറവല്ല. അപ്പോൾ കുട്ടികളെ നമുക്കിതൊന്ന് പഠിപ്പിക്കാം എന്നുള്ളൊരു ധാരണ. അപ്പം നമ്മൾ വെച്ച് നമുക്കിപ്പം നമ്മൾ ഗവൺമെൻറ് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു പ്രൈവറ്റ് ചെല്ലുമ്പോഴത്തേക്ക് അത് പിന്നെ വേറൊരു പരാതികൾക്കിട വരും. അപ്പോൾ ഗവൺമെൻറ് സ്കൂളുകൾ, അപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ മിനിസ്റ്റർ ലെവലിൽ തന്നെ നമ്മളിത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അനുകൂലമായ ഇത് തന്നു. അങ്ങനെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അല്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ പിന്നെ സ്കൂളുകളിലേക്ക് പാഷനേറ്റ് ആയിട്ടുള്ള 2-3 ഓഫീസേഴ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ക്ലാസ് എടുക്കാനായിട്ട് അവർ തന്നെ സ്കൂളുകളിൽ പോയി അവർ തന്നെ കണ്ടെത്തി. പിന്നെ ഇതെല്ലാം ഇപ്പം എനിക്ക് പറയാനാണെങ്കിൽ കെമിക്കൽ എഞ്ചിനീയർ സിയാദ് വളരെ പാഷനേറ്റായിട്ടാണ് പുള്ളി ഇത് ക്ലാസ് എടുക്കുന്നതിലൊക്കെ. പുള്ളിക്ക് ഭയങ്കര ക്രേസായിരുന്നു. അദ്ദേഹമാണ് അതിൻ്റെ ചാർജിലുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകളിലും ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അധ്യാപകർ വിളിക്കുകയാണ്, ഈ വണ്ടി വരണം, ഞങ്ങൾക്ക് ഇനിയും വേണം. അപ്പം മുൻ തൊഴിൽ വകുപ്പ് സാറ് മന്ത്രി ടി പി രാമകൃഷ്ണൻ സാറ് തന്നെ പറഞ്ഞു അത് IT-യിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു. നമ്മൾ IT-യിലേക്ക് കുട്ടികൾക്ക് അവിടെയും കുറച്ചുകൂടി ടെക്നിക്കലാണല്ലോ അവർ. അപ്പോൾ അവർക്ക് വേറൊരു മൊഡ്യൂൾ നമ്മളുണ്ടാക്കി. അപ്പോൾ അങ്ങനെ 2 മൊഡ്യൂൾ, അത് സ്കൂളുകളിലേക്കുള്ള ഒരു ബേസിക് അവയർനെസ്, അവർക്ക് ഫയർ സേഫ്റ്റി, പിന്നെ ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു LPG എങ്ങനെ കൈകാര്യം ചെയ്യണം, LPG വീട്ടിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഇങ്ങനെ ഇതെല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ സത്യത്തിൽ സമൂഹത്തിന് നമ്മൾ നൽകുന്ന ഒരു സന്ദേശമാണ് സുരക്ഷയെക്കുറിച്ച് ഈ എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ കഴിയുന്നു. അതുമല്ല ഇതിൽ ഈ വണ്ടി, ഈ സുരക്ഷാ രഥം നമ്മൾ ഫാർമോസ്റ്റ് കാസർഗോഡിലെ മഞ്ചേശ്വരത്തോ ആ എൻഡിൽ വരെ നമുക്ക് എത്തിച്ചു. അതിൽ റിമോട്ടായിട്ടുള്ള ഒരു വ്യവസായ സ്ഥാപനത്തിലോ നമുക്ക് അവിടെ കൊണ്ടുപോകാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതെ, കാരണം നമ്മളിതിന് എല്ലാ വർഷവും ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൺസേൺ ഇൻസ്പെക്ടേഴ്സിനോട് പറയുകയാണ്, നിങ്ങൾ അവിടെ അവർ ട്രെയിനിങ് വേണ്ടിയുള്ള ഫാക്ടറികളെ കോർഡിനേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എടുത്ത് അവരുടെ പ്രമിസസിലേക്ക് വണ്ടി ചെന്ന് അവിടെ തന്നെ ഇതെല്ലാം കുത്തി അവിടെ തന്നെ ചെയ്ത് അടുത്ത വണ്ടി അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് ആ ഡിവിഷനിൽ നിന്ന് അടുത്ത ഡിവിഷനിലേക്ക്, അങ്ങനെ കാസർഗോഡ് വരെ ഒരു വർഷത്തേക്കുള്ള പ്ലാനിങ് ചെയ്ത് കൊടുക്കുകയാണ്. അതനുസരിച്ച് അവർ പാലിച്ച് ക്ലിയറായിട്ട് പോകും. ചിലപ്പം ഒരു ഡിവിഷനിലേക്ക് കൂടുതൽ ട്രെയിനിങ് വരുമ്പോൾ ചിലപ്പം സമയക്ലിപ്തത പാലിക്കാൻ വന്നില്ല എന്നിരിക്കാം. പക്ഷെ എന്നാലും ഒരു വർഷം കൊണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. അതാണ് ഈ വണ്ടി. ഇപ്പോൾ ഏതാണ്ട് 15 വർഷം പിന്നിട്ടുമെങ്കിലും ആ വണ്ടിക്ക് അല്ലറ ചില്ലറ റിപ്പയറൊക്കെ ഞങ്ങൾ ചെയ്ത് അത് ഞങ്ങളുടെ സ്വന്തമായിട്ട് തന്നെ കൊണ്ട്. അപ്പം ഞാൻ റിട്ടയർ ചെയ്ത് പോയാലും ആ വണ്ടി ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു നിമിഷങ്ങളാണ്. കാരണം നമുക്കൊരു നല്ലൊരു സോഷ്യൽ ഇമ്പാക്റ്റ് കമ്മിറ്റ്മെൻ്റാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻസ്. നിങ്ങളുടെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഫാബോസ് അല്ലേ? ഒരു അത് WERWIS വെർവൈസ് അങ്ങനെയാണോ തോന്നുന്നു, ജിസ്, ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ
ഫാക്ടറി ഇൻസ്പെക്ടറേറ്റ് ആണ് കേരളം. അപ്പം ഇതിൽ നമുക്കറിയാം നമ്മൾ പേപ്പർ വർക്കുകളിൽ നിന്നും മാൻ മൂവ്മെൻറ്റിൽ നിന്നുമാണ് ഒരു ഡിജിറ്റലിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷൻസ് വന്നിരിക്കേണ്ട ഒരു ഫീൽഡ് അതായിരിക്കും. ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന്, ജോലിക്കാരിൽ നിന്ന്, താഴേക്കൂടെയുള്ള ക്ലർക്ക് മുതൽ ഉള്ള ഉദ്യോഗങ്ങൾ. കാരണം ഡിജിറ്റലായിട്ട് സബ്മിറ്റ് ചെയ്യാനും മാൻ ടച്ച് വരാതെ നമ്മൾ അവരുടെ ഓഫീസിൽ നിന്ന് നമ്മൾക്ക് ആപ്ലിക്കേഷൻ തരാനുമുള്ള ഒരു പുതിയ നല്ലൊരു സേവനമാണ്. നമ്മൾ അവരെ കാണേണ്ട കാര്യമില്ല, ഉദ്യോഗസ്ഥർക്ക് ആരെയും മീറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത. എങ്ങനെ ഇത് സാധിച്ചെടുത്തു? എത്രമാത്രം അഭിമാനകരമാണ്. അതുകൊണ്ട് നമ്മുടെ ഫീസിൻ്റെ കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ ഫീസ് ഇമ്പ്രൂവ് ചെയ്യുകയും ഗവൺമെൻറ്റിന് വരുമാനം വർദ്ധിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ടോ? അത് എത്രമാത്രം ഉപയോഗപ്രദമായി? തീർച്ചയായും സർ. കാരണം വെച്ചാൽ നമുക്കറിയാം, ഞാൻ 2014 ജോയിൻറ്റ് ഡയറക്ടർ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് ഡയറക്ടറേറ്റിൽ വരുന്നത്. അവിടെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സർവീസസുകൾ നമ്മൾ കൊടുക്കുക, പ്രത്യേകിച്ച് പ്ലാൻ അപ്രൂവലുകൾ, ലൈസൻസുകൾ. ഇപ്പം ധാരാളം ഫാക്ടറികളുടെ പ്ലാനുകൾ 4-5 പേജ് വരുന്ന വലിയ പേജൊക്കെ എടുത്തു വെച്ചിട്ടാണ് നമ്മളിതെല്ലാം നോക്കി അപ്രൂവ് ചെയ്ത് വിടുക. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 2-3 മാസമൊക്കെ വരെ എടുക്കും നോർമലി ഇതെല്ലാം അപ്രൂവ് ചെയ്ത് പോകാനും. വളരെ വിരിച്ച് നോക്കി പിന്നെ റെഡ് ടേപ്പീസ് ഉണ്ടല്ലോ, അതുകൊണ്ടും ചിലപ്പം ഈ സാധനങ്ങളൊന്നും പലക്കെ നീങ്ങിയെന്ന് വരില്ല, പ്രിയോറിറ്റി മടങ്ങുന്നതോടെ. അപ്പോൾ ഇതൊന്നും പിന്നെ ആളുകൾ എല്ലാവരും ആവശ്യക്കാരാണ്. ഇവരെല്ലാവരും വന്ന് ഈ ഓഫീസിൽ തിങ്ങി നിൽക്കുകയാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. നല്ല ക്രൗഡാണ്. കാരണം ഓരോരുത്തരും ഈ പ്ലാൻ, അവരുടെ ഫാക്ടറിയുടെ പ്ലാൻ ഇത് കൊടുത്ത് ബാങ്കിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് ലോൺ കിട്ടും, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇത് എനിക്ക് ശരിക്കും വിഷമകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഈ പ്ലാൻ അപ്രൂവൽ ഫിസിക്കലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇച്ചിരി ഡിലേ. കാരണം സാറിന് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ, ഡയറക്ടറായിട്ട് നോട്ടിഫിക്കേഷൻ വന്നാലേ ചിലപ്പോൾ അപ്രൂവ് ചെയ്ത് കിട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കശുവണ്ടി ഫാക്ടറിക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാർ ഞാൻ 6 മാസമായിട്ട് അപ്ലിക്കേഷൻ എല്ലാം കൊടുത്തിരിക്കുകയാണ് സാർ, ഇതുവരെ പെർമിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നേരത്തെ? അപ്പോൾ ഞാൻ ഏജൻറ്റ് വഴിയാണ് സാർ ചെയ്തത്. അപ്പോൾ ഏജൻറ്റ് പറഞ്ഞ് സാറിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്, അത് ഇനിയും താമസിക്കും എന്ന് പറഞ്ഞ്. ഞാൻ സാറിനെ നേരിട്ട് കാണാനായിട്ട് പറഞ്ഞപ്പോൾ അയ്യോ കാണണ്ട, പൈസയൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും ഇനി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇപ്പോൾ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല ഞാൻ കയറി വന്നാൽ സാറേ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കരയുകയാണ് ചെയ്തത്. കാരണം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക അങ്ങേര്. നാളെ മറ്റന്നാൾ ഇത് തുടങ്ങണ്ടേ സംഭവം. അപ്പം അപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നോട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് ശരിയല്ല, ഞാനൊരു കാര്യം ചെയ്യാം, ബാങ്കിന് ഞാനൊരു കത്ത് തരാം, നമുക്കിങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്നുള്ളത് നമ്മുടെ വെരിഫൈ ചെയ്ത് വെച്ചിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ലെറ്റർ കൊടുത്തു. അങ്ങനെ അദ്ദേഹം അതങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഞാൻ അന്ന് കണ്ടതാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്. കാരണം നമ്മുടെ കോർ ആക്ടിവിറ്റി ഇതല്ല. ഇതൊരു സർവീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പാർട്ടോ, ഒരു ലൈസൻസ് കൊടുക്കുക, പെർമിറ്റ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഫാക്ടറികളുടെ നിയമത്തിൽ പറയുന്ന മാനദണ്ഡങ്ങൾ തൊഴിലാളിക്ക് അനുസൃതമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ യഥാർത്ഥമായിട്ട് നമ്മൾ തൊഴിലപകടങ്ങൾ കൂടി പരിശോധന നടത്തി കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പാർട്ടാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും ഡിലേ ചെയ്യുന്നതിലൂടെ എത്രയോ ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കിയ സ്ഥിതിക്കാണ് ഞാൻ ആദ്യം 2016 നമ്മൾ ആദ്യം പിന്നെ ലൈസൻസാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക. ഇപ്പോഴും 2016 October 31 എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. പറയാനുള്ളൊരു കാരണം കൂടിയുണ്ട്. കാരണം സാറിനറിയാം, October 31 നമ്മുടെ ലൈസൻസ് റിന്യൂവലിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. 31 കഴിഞ്ഞാൽ 25% പെനാൽറ്റി, ഡിസംബർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 50% പെനാൽറ്റി. ഇതാണ് നമ്മുടെ സിസ്റ്റം. അപ്പം നമ്മളിത് ഇന്നലെ വരെ മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾ ചിലപ്പോൾ വരുന്നത് October 31 ഓഫീസിൽ വരികയാണ്. നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ അവർ പറയും ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഓൺലൈനിൽ പോയി എടുക്കൂ. അപ്പോൾ ഓൺലൈൻ എങ്ങനെയാണ്? യൂസർ ഐ ഡിയും പാസ്വേഡും എടുക്കണം. ഈ യൂസർ ഐ ഡിയും പാസ്വേഡും അയാൾക്ക് 2016 October 31 രാത്രി 11:59 വരെ കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട്. ചോദിച്ചാൽ കൊടുത്തില്ലെങ്കിൽ നാളെ അയാൾക്ക് 25% പെനാൽറ്റി അടയ്ക്കേണ്ടി വന്നാൽ അതിന് നമ്മൾ കാരണക്കാരാണ്. കാരണം അയാൾ ചിലപ്പോൾ മാനുവലായിട്ടുള്ള എല്ലാ ഫീസും ഒക്കെ അടച്ചിട്ടുമായിരിക്കും വന്നിരിക്കുന്നത്, ചിലപ്പോൾ 31 കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് അതുവരെ നമ്മളെല്ലാ കുറേയധികം ഫാക്ടറികൾ ഓൺലൈനിൽ എല്ലാവരും വരുന്നു, അവർ കൊടുക്കുന്നു, ഡയറക്ഷൻ കൊടുക്കുന്നു, യൂസർ ഐ ഡി എടുക്കുന്നു, പാസ്വേഡ് എടുക്കുന്നു. 3 മണിയായപ്പോഴാണ് എൻ്റെ മെമ്മറിയിൽ ഇങ്ങനൊരു സംഭവം കിട്ടി. അയ്യോ 5 മണിക്ക് ശേഷവും 12 മണിക്ക് ശേഷവും എങ്ങനെ ഇത് ചെയ്യും? എല്ലാ ഓഫീസുകളും അടച്ചു പോയില്ലേ? അവരെല്ലാം ഇത് അപ്രൂവ് ചെയ്ത് അവർ കൊടുക്കുന്ന റിക്വസ്റ്റ് അപ്രൂവ് ചെയ്താൽ മാത്രമേ യൂസർ ഐ ഡിയും പാസ്വേഡും ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ഞാനൊരു 4 മണിയായപ്പോൾ ഒരു സർക്കുലർ വിട്ടു, എല്ലാം ഓൾ ഓവർ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ രാത്രി 12 മണി വരെ നിങ്ങൾ ഇരിക്കണം. ഇത് ഇനി ഉണ്ടാകില്ല, ഇത് ആദ്യത്തെയും അവസാനത്തെയും ആയിരിക്കും, ദയവ് ഇത് സഹകരിക്കണം എന്ന് പറഞ്ഞ് വാക്കാൽ പറയുകയും ഒരു സർക്കുലർ, ഈ സർക്കുലർ പൊക്കി പിടിച്ചുകൊണ്ട് 4:30 എൻ്റെ ഓഫീസിൽ പ്രതിഷേധമാണ്, സംഘടന ജീവനക്കാരുടെ സംഘടനയുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. ഞങ്ങൾക്ക് 5 മണി വരെ ഉള്ളൂ, നിങ്ങൾ പറയുന്ന പോലെ 12 മണി വരെ ജോലി ചെയ്യാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എനിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ് പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞു ശരി, കാരണം അങ്ങനെ പ്രതിഷേധിക്കുകയാണെങ്കിൽ ഇവരാരും ഇരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായി. ഈ ആൾട്ടർനേറ്റീവ് ഞാൻ കണ്ടുപിടിക്കണമല്ലോ. നമ്മളെല്ലാ ഓഫീസിനും ഓരോ കമ്പ്യൂട്ടർ വെച്ച് ഞങ്ങൾ തന്നെ ഓഫീസിലൊരു സെറ്റപ്പ് ചെയ്ത് എന്നോടൊപ്പം നിൽക്കുന്ന ഒരു ചുരുക്കം 4-5 ഓഫീസർമാരെയും ഇരുന്ന് ഞങ്ങൾ രാത്രി 12 മണി വരെ. ഏറ്റവും വലിയ രസകരമായ കാര്യം 11:59 റിക്വസ്റ്റ് ഇട്ടവരുണ്ട്. കാരണം അത് ചിലപ്പോൾ നമ്മളെ നാളെ ഇത് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ 11:59 റിക്വസ്റ്റ് ഇട്ട് അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഏറ്റവും വലിയ എനിക്ക്, അതായത് നമ്മുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ. ഇത് ഞാൻ പറയുന്നത് ഒരു ടിപ്പിക്കൽ സർക്കാർ ജീവനക്കാരൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ഇതാണ് നമ്മുടെ എല്ലാ ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡ്. ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവരൊന്നും ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നടപ്പിലാക്കി. ഈവൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത ആളെന്നോട് പറയുകയാണ്, 31-ാം തീയതി രാവിലെ എന്നോട് വിളിച്ചു, സാറേ സിസ്റ്റം താങ്ങുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, നമുക്ക് പാരലായിട്ട് കൂടി മേടിച്ചാലോ, കാരണം 31st ഏറ്റവും കൂടുതൽ അപേക്ഷ വരുന്നത്. നത്തിങ് ഡൂയിങ്. നമ്മളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്നിടാം. സിസ്റ്റം ഡൗൺ ആവുകയോ പ്രശ്നം വരുമോ അപ്പം നോക്കാം. അത് നിങ്ങൾ അതിനുവേണ്ടി പാരലായിട്ട് മേടിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. നമ്മൾ ഒറിജിനാലിറ്റി എൻഡ് ടു എൻഡ്, നോ ഫിസിക്കൽ ടച്ച്, ഇതാണ് അതിൻ്റെ ആവശ്യം. അത് കൃത്യമായിട്ട് അങ്ങനെ 2016 അത് ഞാൻ ലൈസൻസ് നടപ്പിലാക്കി. ഇത് 2018 ആയപ്പോൾ പ്ലാൻ അപ്രൂവൽ CAD-ൽ തന്നെ ഏറ്റവും കൂടുതൽ പ്ലാൻ അപ്രൂവലിന് ആപ്ലിക്കേഷൻ ഓൺലൈനിലാക്കിയാൽ വളരെയധികം ഭയങ്കര ചലഞ്ചസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനൊരു അവരുടെ എല്ലാം മുന്നിൽ ഒരു ശത്രുവായി മാറി. കാരണം അതിൽ നിന്നുമൊക്കെ അതും നമ്മളിപ്പം ഇന്നും ഫിസിക്കൽ ടച്ച് വളരെ നമ്മൾ ആക്ട് പറയുന്നത് 3 മാസമാണ്. 3 മാസം പോയിട്ട് 7 ദിവസം കൊണ്ട് നമ്മൾ ഇന്ന് അപ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഫാസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ. കേരളത്തിലെ ഇൻഡസ്ട്രി താങ്കളോട് കടപ്പെട്ടിരിക്കും. കാരണം 7 ദിവസം കൊണ്ട് ഒരു ഫാക്ടറിയുടെ അപ്രൂവൽ കൊടുക്കാനൊക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ റിന്യൂവൽ ഓൺലൈനായിട്ട് റിന്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആരെയും കാണുന്നില്ല നമ്മൾ. അതോടൊപ്പം വളരെയധികം ഫാസ്റ്റായിട്ട്. കാരണം എനിക്കിപ്പം ശരിക്കും ഒരു ഫാക്ടറി ഉടമയെ പോലും എനിക്ക് അറിയില്ല. ചിലപ്പോൾ നമ്മൾ വഴി വെച്ച് കണ്ടാൽ പോലും അറിയില്ല. കാരണം അതാണ്, കാരണം ആരും എന്നെ ആവശ്യമില്ല. നമ്മൾ അവർക്ക് സേവനം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഫീസ് ആയില്ലേ, ഇപ്പൊ അങ്ങനെയല്ല. അതെ, ഈ ട്രഷറി വഴിയാണ് നമ്മൾ ഇപ്പം നമുക്ക് GPay വഴി വരെ എല്ലാം കൊടുക്കാവുന്നതാണ്. ആദ്യം കാരണം ആദ്യം തുടക്കത്തിലൊരു വെല്ലുവിളി, നമ്മൾ സിസ്റ്റം ഉണ്ടാക്കി വെച്ചു. പക്ഷേ അന്ന് ഞാൻ ബാങ്കുകളെ കൺസൾട്ട് ചെയ്യുകയാണ്. കാരണം അവർ വഴി പേയ്മെൻറ്റ് നടത്തണമല്ലോ. അപ്പം ഞാൻ ഫെഡറൽ ബാങ്കിൽ പോയി, SBI പോയി, അവരുമായിട്ട് ചർച്ചകൾ നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് SBIയിലെ ഒരു ഓഫീസറാണ് എന്നോട് പറഞ്ഞത്, സാർ ട്രഷറിയിലേക്ക് ട്രഷറി തുടങ്ങുന്നുണ്ട്, സാർ ഒന്ന് അവരുമായിട്ട് സംസാരിക്കാം. അങ്ങനെ ഡയറക്ടർ ഓഫ് ട്രഷറീസിനെ കണ്ടപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യൂ, ട്രഷറി സംവിധാനം വരികയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തത്. കാരണം അന്ന് വരെ, അതിനു മുമ്പ് തന്നെ നമ്മളിത് ലോഞ്ച് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് അടയ്ക്കാനുള്ള സംവിധാനം അവർക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അത് ട്രഷറി വരെയായിരുന്നു അടച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ബാങ്ക് വഴി ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് പെർമിഷൻ നമ്മളെടുത്തു. പക്ഷേ ഞാൻ ബാങ്കുകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അവരുടെ സിസ്റ്റമായിട്ട് ചെയ്യാൻ വരുമ്പോഴാണ് അത് നമുക്കൊരു ഭാഗ്യമായി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന്, ഐ തിങ്ക് നമ്മളായിരിക്കും ആദ്യം തന്നെ 1-2 ആദ്യത്തെ 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ട്രഷറിയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ ആദ്യമായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ 24 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 100% സർവീസുകളും, ഇൻക്ലൂഡിങ് ആക്സിഡൻറ്റ് റിപ്പോർട്ടിംഗ്, സേഫ്റ്റി ഓഫീസറുടെ അപ്രൂവൽ, വെൽഫെയർ ഓഫീസറുടെ അപ്രൂവൽ, പിന്നെ കംപ്ലയിൻറ്റ് രജിസ്ട്രേഷൻ, എല്ലാ സർവീസും, ബോയിലറിൻ്റെ രജിസ്ട്രേഷൻ, ബോയിലറിൻ്റെ സർട്ടിഫിക്കേഷൻ, ബോയിലറിൻ്റെ റിന്യൂവൽ, പിന്നെ കോമ്പീറ്റൻറ്റ് പേഴ്സൺസിൻ്റെ അപ്രൂവൽ, ബോയിലർ ഓപ്പറേഷൻ എഞ്ചിനീയർ എക്സാമിനേഷൻ, സാറിനറിയാമല്ലോ ബോയിലർ അറ്റൻഡൻറ്റ് എക്സാമിനേഷൻ. പണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ ഇവിടെ വന്ന് ട്രഷറി പോയി ചെല്ലാനടച്ച ആപ്ലിക്കേഷൻ മാനുവലായിട്ട് നമ്മുടെ വരുന്നത്. ഇന്ന് പുള്ളിക്ക് ഭോപ്പാലിലോ പഞ്ചാബിലോ കാശ്മീരിലോ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും.
ഇവിടെ വരിക, എക്സാമിന് മാത്രം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റത് ആ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി 2-3 ദിവസം അവർ ട്രാവൽ ചെയ്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ഇൻകം ജനറേറ്റഡ് ഒരു വർഷം എത്രയുണ്ട് വരുന്നുണ്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നത് ഏതാണ്ട്, എനിക്കതിൻ്റെ കൃത്യമായ കണക്കിപ്പോൾ ഞാൻ എടുത്തിട്ടില്ല, എനിക്കൊരു 2 കോടിയോളം അടുപ്പിച്ച് മോളി വരുന്നുണ്ടെന്നുള്ളതാണ്. എക്സ്പെൻഡിച്ചർ ഈസ് വെരി ലെസ്. അതെ അതെ, ഹാർഡ്ലി ലാക്സ് അതായിരിക്കും. പക്ഷേ അത് ടോട്ടലി ഗവൺമെൻറ് ഒരു ഇൻകം ജനറേഷനോടാണ്. അതെ, അത് തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ ഏറ്റവും കൂടുതൽ താങ്കളുടെ സമയത്താണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ അവാർഡുകൾ, താങ്കൾക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള പല അവാർഡുകളും കിട്ടി. അതിലേറ്റവും അഭിമാനകരമായ നിമിഷങ്ങൾ ഏതായിരുന്നു? ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞ പോലെ നമ്മുടെ ഈ ഗവേണൻസ് അതാണ് നമ്മുടെ, കാരണം ഞാൻ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോഴത്തേക്ക് എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് മുകളിലൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഇവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ഗവേണൻസ് അവാർഡ് കിട്ടുന്നത്. അതും എനിക്കൊരു വലിയൊരു പ്രചോദനമായിരുന്നു. ഇനി അങ്ങോട്ടുള്ള സർവീസുകളും ഈ ഡിജിറ്റൽ ആക്കുന്നതിനുള്ള ഒരു പ്രചോദനമായിട്ട് എനിക്കത് കിട്ടി. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് അത് ഞാൻ മേടിച്ചു. അതിനുശേഷം നമ്മൾ സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ് അവാർഡ് ഗവൺമെൻറ്റിൽ നിന്ന് തന്നവരെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഒരു വർഷം ഫാക്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആയിരിക്കും, അടുത്ത വർഷം ബോയിലർ ഇൻഫർമേഷൻ സിസ്റ്റം ആയിരിക്കും. അങ്ങനെ തന്നെ പല പല മൊഡ്യൂൾസ് ഉണ്ട്. ഈ മൊഡ്യൂൾസ് എല്ലാം കൊടുത്ത് അങ്ങനെ നമുക്ക് 2000 എനിക്ക് തോന്നുന്നത് 18, 19, 21, 22 അങ്ങനെ പല കാലഘട്ടങ്ങളിലും സ്കോച്ച് ഓർഡർ ഓഫ് മെറിറ്റ് അവാർഡ് കൊടുക്കും. നമ്മൾ ഓരോ വർഷവും കൊടുക്കുന്നത് ഓരോ മൊഡ്യൂൾസും ഓരോ ഇന്നോവേഷൻസുമാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അതവർ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്, കാരണം അതിൻ്റെ വലിയ ലെവലിലേക്കൊന്നും നമുക്ക് പോയില്ലെങ്കിലും ഒരു നോൺ ഗവൺമെൻറ് ഏജൻസി എന്നുള്ള നിലയിൽ അത് നമുക്ക് വളരെയധികം തുണയായിട്ടുണ്ട്. നമുക്ക് ഈ അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മളൊരു ഫാക്ടറിയെ സംബന്ധിച്ചുള്ള ഫാക്ടറി ഉടമ പോലും ചിലപ്പം ഇതിന് ഓൺലൈൻ സിസ്റ്റം ഉണ്ടോ എന്ന് അറിയില്ല. കാരണം അങ്ങനെ അല്ല ചെയ്യുന്ന അവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ ലൈസൻസ് പുതുക്കുക, മറ്റേ സബ്മിറ്റ് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം HR മാനേജർമാരുടെ ഒരു ഗ്രൂപ്പാണ് ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിത് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സലൻസ് അവാർഡ് അവർ നമുക്ക് തരികയുണ്ടായി. അപ്പോൾ അതുമൊക്കെ ശരിക്കും വലിയൊരു പ്രചോദനം. കാരണം അവരാണല്ലോ ഈ HR മാനേജേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ആയിട്ട് ഓഫീസുകളിൽ പോവുക, തിരിച്ച് അവിടെ ചെല്ലുന്ന ധാരാളം കുറികൾ പറയുക, അത് വീണ്ടും തിരിച്ചുകൊണ്ട് വന്നിട്ട് വീണ്ടും അവരെ കൊണ്ട് ഒപ്പിടിച്ച് പോവുക. എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചൊരു ഇതുണ്ട്. അപ്പോൾ അത് അവർക്ക് വലിയ തോന്നിയത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു അവാർഡ്. അതുപോലെ താങ്കൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അവാർഡ്സ് അല്ലേ? അത് താങ്കളുടെ കാലഘട്ടത്തിലാണ് അത് വന്നത്. അതുപോലെ ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ച് ഒരു ചെറിയ സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റി അവാർഡ് ഞാൻ വരുന്നതിന് മുമ്പ് തുടങ്ങിയിരുന്നു. പക്ഷെ ഞാൻ അതിന് കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻസിയും കുറച്ചുകൂടി ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ധാരാളം അവാർഡുകളുണ്ടായിരുന്നു. പക്ഷെ ആ അവാർഡുകളുടെ ക്രൈറ്റീരിയ ഞാൻ കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു. ലീഡിങ് ഇൻഡിക്കേറ്ററും ലാഗിങ് ഇൻഡിക്കേറ്ററും ഒക്കെ സെപ്പറേറ്റ് വെച്ചു. വളരെ ഫുൾ പ്രൂഫായിട്ട് ഒരാൾക്ക് പോലും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ഒരു ഫേവറിസോ അല്ലെങ്കിൽ അതുണ്ടായെന്ന് നമ്മൾ പറയാത്ത രീതിയിൽ നമ്മൾ വളരെ കൃത്യമായിട്ടൊരു ക്രൈറ്റീരിയ നമ്മൾ കൊണ്ടുവന്നു. അത് ഡെവലപ്പ് ചെയ്തു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബെസ്റ്റ് സേഫ്റ്റി ഗസ്റ്റ് വർക്കറെ കൂടി നമ്മൾ ഉൾപ്പിടിച്ചു. വർക്കേഴ്സ്, ബെസ്റ്റ് സേഫ്റ്റി വർക്കർ, ബെസ്റ്റ് സേഫ്റ്റി ഗസ്റ്റ് വർക്കർ, അതൊരു വലിയൊരു മോട്ടിവേഷനായി. ധാരാളം ആൾക്കാർക്ക് ഈ അവാർഡ് കിട്ടുന്ന അതിഥി തൊഴിലാളികൾ വരെ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നവരും. അപ്പം ചിലപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ടായില്ല. പക്ഷേ അത് ഒരു തുടക്കം വെച്ചപ്പം ധാരാളം പേരുകളിൽ സേഫ്റ്റി അവയർനെസ് കൂട്ടാനായിട്ട് നമുക്കിത് അവരിലൊരു മോട്ടിവേഷൻ. അപ്പം ഒരു ഗ്രൂപ്പിലുള്ള ഒരു ഗസ്റ്റ് വർക്കർക്ക് ഒരു അവാർഡ് കിട്ടിയാൽ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമായി. അവർ വയ്ക്കും ഞാനും അടുത്ത പ്രാവശ്യം ആപ്ലിക്കേഷൻ തരും, അയാളും വെച്ച് തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് നമുക്കിത് വ്യാപിപ്പിക്കാനായിട്ട് അത് വായിച്ചു. പിന്നെ ഗ്രേഡിംഗ് സിസ്റ്റം അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ തൊഴിലുറപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ സാറിൻ്റെ കാലഘട്ടത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും അവർക്കൊരു സെൽഫ് സർട്ടിഫിക്കേഷൻ സിസ്റ്റം പോലെയാണ്. ഇനി ഈ അവാർഡ് കിട്ടാത്തവർ, കാരണം അവാർഡ് നമുക്ക് ഓരോ കാറ്റഗറിയിൽ 1-2 പേർക്കേ കിട്ടുള്ളൂ. പക്ഷേ അതിന് അടുത്ത ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. അവർക്ക് വേണമെങ്കിൽ സെൽഫായിട്ട് തന്നെ അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനർ ചോദിക്കുന്നുണ്ട്. അത് അവർ ഫില്ല് ചെയ്ത് തരും. ഞങ്ങളുടെ ഇൻസ്പെക്ടർമാരും ഡയറക്ടറും അത് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെന്ന് കാണുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് അപ്രൂവ് ചെയ്ത് കൊടുക്കും. അതിനൊരു മാർക്ക് കിട്ടും. ആ മാർക്ക് അനുസരിച്ച് ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ ഇങ്ങനെ പല രീതിയിലുള്ള ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കിട്ടും. സോ ദേ ക്യാൻ അസസ് ദാറ്റ് ഞാൻ എൻ്റെ ഫാക്ടറി ഈ ലെവലിലാണ് നിൽക്കുന്നത്, എനിക്ക് നാളെ ഇച്ചിരി കൂടി മുകളിലേക്ക് ഇമ്പ്രൂവ് ചെയ്യണം
ഏതൊക്കെ പാരാമീറ്റേഴ്സിലാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ കണ്ടുപിടിച്ച് മാറ്റാവുന്ന രീതിയിലേക്കാണ്, അവർക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു സെൽഫ് അസസ്മെന്റ് സിസ്റ്റം എന്നുള്ളത്. അതൊക്കെ നല്ലൊരു സിസ്റ്റമായിട്ട്. അതാ ഞാൻ പറഞ്ഞത്, താങ്കളുടെ ഈ ഡയറക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ആയിട്ടിരുന്ന കാലഘട്ടങ്ങളിൽ വളരെയധികം മാറ്റങ്ങളാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിനുണ്ടായിട്ടുള്ളത്. അതിൽ താങ്കൾക്ക് റോസേഴ്സ് വന്നു, വെർവിസ് വന്നു, OTI വന്നു, ആൻഡ് സുരക്ഷാ രഥം. ഈ OTIയും സാറ് പറഞ്ഞു, അത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒക്യുപ്പേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണത്? അത് കാക്കനാടാണ്. അത് നമ്മൾ വെറും ഒരു ട്രെയിനിങ് സെൻറ്റർ അല്ല, നമുക്ക് അവിടെ ഒരു നമ്മുടെ എക്സിബിഷൻ സെൻറ്റർ ഉണ്ട്, അവിടെ വർക്കിംഗ് മോഡൽസ് ഉണ്ട്. ഇപ്പം നമ്മളിപ്പം സ്കഫോൾഡിങ്, അതുപോലെ നമ്മുടെ റബ്ബർ മിൽ, അതിൻ്റെ സേഫ്റ്റി ഡിവൈസ് അത് വർക്ക് ചെയ്ത് കാണിക്കും നമ്മളെങ്ങനെയാണ് അവിടെ അതിൻ്റെ ഗാർഡിങ് സിസ്റ്റം എങ്ങനെയാണ്, ട്രിപ്പ് റോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് അവിടെ കാണിക്കാൻ പറ്റും. അതുപോലെ ഫയർ എക്സ്റ്റിങ്വിഷർ കട്ട് മോഡൽസ്, അത് ഇത് അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പിന്നെ ഈ എക്സിബിഷൻ സെൻറ്ററിലുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ IIT ഖരഗ്പൂറുമായിട്ട് ഇപ്പം അതിൻ്റെ ചർച്ച കഴിഞ്ഞു, അവരൊരു പ്രപ്പോസൽ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അടുത്ത സാർ നേരത്തെ എർഗണോമിക്സിനെ പറ്റി പറഞ്ഞു, അപ്പോൾ എർഗണോമിക്സ് ലാബ് സെറ്റപ്പ് ചെയ്യണം. ഒരു റൂള, റീബ, റാപ്പിഡ് എൻ്റർ ബോഡി അസസ്മെൻറ്റ്, റാപ്പിഡ് അപ്പർ ലിംബ് അസസ്മെൻറ്റ്, അതുപോലെ മൾട്ടി വീഡിയോ അനാലിസിസ് വെച്ച്, അതായത് ഒരു വർക്ക് പ്ലേസിൽ ജോലി ചെയ്യുന്ന തൊഴിലാളീനെ ഇത് വെച്ച് നോക്കിക്കൊണ്ട് അയാളുടെ പോസ്റ്ററുകൾ, അയാൾ റിപ്പറ്റേറ്റീവ് മോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് കുറച്ചുകൂടി മാറ്റം വരുത്താൻ പറ്റും, അയാൾക്ക് വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമുക്കറിയാം ഈ എർഗണോമിക്സിൽ വരുന്നത്, അതും ധാരാളം ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ സേഫ്റ്റിയാണ് IIT ഖരഗ്പൂർ. അപ്പോൾ അവിടുത്തെ പ്രൊഫസറും ജാരേശ്വർ മൈത്തി, അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരാമെന്ന് പറയാം. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നമുക്കൊരു നാഷണൽ ലെവലിലേക്ക് കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വലിയൊരു ഒരു തുടക്കമായിട്ട് വരും. പ്രത്യേകിച്ച് എർഗണോമിക്സും അതുപോലെ സൈക്കോ സോഷ്യൽ, അതും നമ്മളിന്ന് നേരിടുന്ന ഒരു ഇഷ്യൂ ആണ്. സൈക്കോ സോഷ്യൽ ഇപ്പം നമ്മൾ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ സൈക്കോ സോഷ്യൽ സ്ട്രെസ്സ് ഒരു തൊഴിലാളിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒക്യുപ്പർ വിൽ ബി പീനലൈസ്ഡ്. ആ രീതിയിലുള്ള നിയമങ്ങൾ UK HSC റൂൾസിൽ വന്നു കഴിഞ്ഞു, ഇന്ത്യയിൽ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള അത് അസസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്, ടൂൾസ് ഉണ്ട്. അപ്പോൾ ആ ടൂൾസ് കൂടി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടി സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ മിസ്റ്റർ പ്രമോദ്, താങ്കളുടെ ഈ ജേർണിയിൽ റോസേഴ്സിലായാലും വെർവിസിലായാലും OTIയിലായാലും സുരക്ഷാ രഥമായാലും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനായാലും താങ്കൾക്ക് ഏറ്റവും ചാരിതാർത്ഥ്യം തോന്നിയ നിമിഷങ്ങൾ ഏതാണ് ഇതിലൊക്കെ? തീർച്ചയായിട്ടും സാർ റോസേഴ്സ് തന്നെയാണ്. കാരണം എൻ്റെ ഒരു കുഞ്ഞാണ്, ബേബിയാണ്, എൻ്റെ ഒരു കുഞ്ഞാണ് അതിനെ. കാരണം ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഈ ലെവലിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയില്ല. എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട്, ഞാൻ നേരത്തെ വിശദീകരിച്ചു, എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. പക്ഷേ അത് ഈ ലെവലിൽ എത്തുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഞാൻ അതിന് IG കറുമായിട്ടും NROയൊക്കെ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ ആവശ്യക്കാരൻ ഞാനാണ്. ഞാൻ എൻ്റെ ഒരു സ്വന്തം ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് ഞാൻ ഇതിന് അവരുടെ പുറകെ നടക്കും, അവരെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അവരുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കും. ഭോപ്പാൽ ട്രാജഡി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വരികയാണ്. 40 വർഷം ശേഷമാണ് ഒരു ഫാക്ടറി ഇൻസ്പെക്ടർ, ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ഞങ്ങളെ സമീപിക്കുന്നത്. ഏറ്റവും താങ്കൾക്ക് അഭിമാന നിമിഷമാണ് ഈ റോസേഴ്സിലൂടെ ഉണ്ടായിട്ടിരിക്കുന്നത്. അവസാനത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, താങ്കളുടെ ഫൈനൽ മെസ്സേജ് ടു ഗീവ് 3 ഗ്രൂപ്പ്സ്, ഒരു 3 ഗ്രൂപ്പുകൾ എടുക്കുകയാണ്. താങ്കളുടെ വർക്കിൽ ഉണ്ടായ 3 ഗ്രൂപ്പ്, അതായത് ഹു ആർ ലിസണിങ് ടു ദിസ് പോഡ്കാസ്റ്റ് ഇൻ ദിസ് ഫ്ലെമിംഗ് മൈക്രോഫോൺ. യങ് സേഫ്റ്റി പ്രൊഫഷണൽസ് ഉണ്ട്, ഫാക്ടറി ഓണേഴ്സ് ആൻഡ് മാനേജേഴ്സ് ഉണ്ട്, വർക്കേഴ്സ് ആൻഡ് ഫാമിലീസ്, പലരും കേൾക്കുന്നുണ്ടായിരിക്കും താങ്കളുമായിട്ടുള്ള ഈ പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ. അവരോട് താങ്കൾക്ക് പറയാനുള്ള മെസ്സേജ് എന്താണ്? ഇപ്പം നമ്മൾ സാർ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്, ഫാക്ടറി മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനെ ഒരു നിസ്സാരമായിട്ട് കാണുന്നത്, ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ്, ഒരു പോളിസി അവിടെ രൂപീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് നൽകിക്കൊണ്ട് അവരോട് തൊഴിലാളികളോടൊരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കണം. നമ്മൾ പണ്ട് പറയും തൊഴിലാളികൾ കളക്റ്റീവ് ബാർഗൈനിങ് ഫോർ വേജസ് ആണ്, പക്ഷേ കളക്റ്റീവ് ബാർഗൈനിങ് ഫോർ OSH വേണം, ഒക്യുപ്പേഷൻ സേഫ്റ്റി. അതാരും ചെയ്യുന്നില്ല. അപ്പോൾ ട്രേഡ് യൂണിയൻകാർ കളക്റ്റീവ് ബാർഗൈനിങ് ചെയ്യണം, മാനേജ്മെൻറ്റ് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റിൽ വെച്ചൊരു പോളിസി നയം രൂപീകരിച്ചുകൊണ്ട് കൃത്യമായിട്ട് അവർക്ക് ഞങ്ങൾ ഇതിനകത്ത് താല്പര്യമുണ്ട്, നിങ്ങളുടെ സുരക്ഷിതത്വം ആരോഗ്യമാണ് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനം അവർ ചെയ്യണം.
അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസും മറ്റു കാര്യങ്ങളും ചെയ്യണം. അത് ഫാമിലിക്കും, അപ്പം നമ്മളിപ്പോൾ തൊഴിലാളി എന്ന് പറയുമ്പോൾ അവരുടെ ഫാമിലിയും കൂടി നമ്മളത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പം നമ്മളൊരു തൊഴിലാളിക്ക് ഒരു അവാർഡ് കിട്ടുമ്പം അത് ഫാമിലിക്കും കൂടി ഒരു അവാർഡ് കിട്ടുന്ന പോലെ. അപ്പോൾ അവർ പറയും നിങ്ങൾ അത് എൻ്റെ ഹസ്ബൻഡ് ഇന്ന അവാർഡ് കിട്ടിയ ആൾ എല്ലാം സുരക്ഷിതമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കും ഒരു വലിയൊരു മെസ്സേജാണ്. കുട്ടികളിലേക്കും സേഫ്റ്റിയുടെ ഒരു സംസ്കാരം രൂപീകരിക്കപ്പെടുകയാണ്. എൻ്റെ ഫാദർ ഇവിടുന്ന് ഹെൽമെറ്റ് ധരിച്ചേ പോവുകയുള്ളൂ, ഫാക്ടറി ജോലി ചെയ്യുമ്പോൾ അതേ ചെയ്യുള്ളൂ, ഷൂസ് ധരിക്കും, അതായത് അദ്ദേഹം പാലിക്കും. അതുപോലെ അല്ലെങ്കിൽ കൃത്യമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ അദ്ദേഹം പാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു 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 മെസ്സേജാണ്, സന്ദേശമാണ് അവരിലേക്ക്. അപ്പോൾ ഇത് എൻ്റയർ കമ്മ്യൂണിറ്റി ഇനി ഒരു പബ്ലിക്കിൻ്റെ ഇടയിലേക്കും നമുക്കിത് ഈ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഐക്യരാഷ്ട്രസഭയുടെ SDG 2030 പറയുന്ന പോലെ 2030 നമുക്ക് തൊഴിൽ അപകടങ്ങൾ സീറോയിലെത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്കുള്ളൊരു പ്രവർത്തനം എല്ലാവരും കൂടി കൂട്ടായ്മ ചെയ്യണം. കാരണം സേഫ്റ്റിയിൽ ഒരു ഗവൺമെൻറ് വിചാരിച്ചാലോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി വിചാരിച്ചാലോ മാത്രം, അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ മാത്രം വിചാരിച്ചാലോ, എല്ലാവരുടെയും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ വിഷൻ, അതാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് ലക്ഷ്യമിട്ടിരുന്നത്, വിഷൻ സീറോ. ആ സീറോയിലേക്ക് എത്തണം എന്നുള്ളൊരാഗ്രഹമാണ് എനിക്കുള്ളത്. തീർച്ചയായിട്ടും വരുന്ന ആൾക്കാർ, വരുന്ന ഉദ്യോഗസ്ഥർ, ഇപ്പോൾ സാറ് ഏറ്റവും വലിയ എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ കാരണം. സാറിന് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന പഴയ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും താങ്കൾക്ക് കൃത്യമായിട്ട് സാറിന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല താങ്കളുടെ ഫീൽഡിൽ സേഫ്റ്റിയിൽ ഒരു അഗ്രഗണ്യനായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഉണ്ടാകുന്ന ഈ അടുത്ത സമയത്തുണ്ടായിരുന്ന ഫയർ ക്രാക്കർ ഇൻസിഡൻ്റ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ സാർ എന്തോരം ഇൻവോൾവ് ചെയ്തു, അതിലെത്രയോ ആളുകൾ രക്ഷിക്കാനായിട്ട് സാറിൻ്റെ ഭാഗത്തുനിന്ന് സാറിന് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ഡൊമൈനായുള്ള ഫാക്ടറികളിലുള്ള തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് നമ്മൾ ഇത്രയും ചെയ്തു എന്നൊരു വിശ്വാസം മാത്രമാണ് എനിക്കുള്ളത്. അപ്പം താങ്ക് യു മിസ്റ്റർ പ്രമോദ്. ഇതുപോലെ ഉള്ള ഈ താങ്കളുമായിട്ടിരുന്നപ്പോൾ ഓരോ ഫാക്ടറി തൊഴിലാളിയും അവർ വർക്ക് ചെയ്ത ശേഷം അവർ തിരിച്ച് സുരക്ഷിതമായിട്ട് അവരുടെ വീടുകളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃതി ധ്വനി സ്റ്റുഡിയോയിൽ നിന്നും ഫ്ലെയിമിംഗ് മൈക്രോഫോണിന് വേണ്ടി ഡോക്ടർ ആർ വേണുഗോപാൽ. ഈ സന്ദേശങ്ങൾ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അനേകം ഇൻ്റർവ്യൂകൾ ഇനിയും നിങ്ങളെ തേടി വരും. താങ്ക് യു വെരി മച്ച്.